Good afternoon, all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ന്യൂസ്, ബിൽഡിംഗ് എ ഡ്യൂറബിൾ ഇന്ത്യ ഓസ്ട്രേലിയ പാർട്ണർഷിപ്പ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ചലഞ്ചസ്, എന്തൊക്കെയാണ് നമുക്ക് ആ ചലഞ്ചസ് നേരിടാൻ വേണ്ടി ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ന്യൂസ്, ഡൽഹി ഹൈക്കോടതിയിൽ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ ഫംഗ്ഷനിൽ വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിട്ടയർഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സ് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ്, അതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്ക് കൂടുതലും ഹെൽപ്പ് ആകുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ഷുഡ് ഇന്ത്യ റീസ്റ്റാർട്ട് ഡയലോഗ് വിത്ത് പാകിസ്ഥാൻ. അതായത് ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്ക് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് പഹൽഗാം അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ടെററിസ്റ്റ് അറ്റാക്ക് തുടരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ, ഒരു വീക്കണാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പേ ഇല്ല എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. സോ ഡയലോഗ് നമ്മൾ അഗെയിൻ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് പാകിസ്ഥാനായിട്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത്. Then Modi hails Australia's social media ban on minors signals curves. അതായത് ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഒരു മെഷർ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. സോ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ന്യൂസുകൾ വളരെ കുറവാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ വേണ്ട ന്യൂസുകളൊന്നും വളരെ കുറവാണ്. ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകൾ കുറവാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസസ്. ഓക്കെ, then the first news, building a durable India-Australia partnership. In the context എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the Prime Minister Narendra Modi visit to Australia strengthened bilateral ties through new defence, maritime, technology and economic initiatives. അതായത് പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടും ഡിഫൻസ് മേഖലയിലും മാരിടൈം മേഖലയിലും ടെക്നോളജി മേഖലയിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ന്യൂസ് പറയുന്നതിന് മുന്നേ ഈ ന്യൂസിലെ കണ്ടൻറ്റ് വളരെ കുറവാണ്. ഓക്കെ, കുറച്ച് എന്താ പറയുക, കമ്പാരിറ്റീവ്ലി അത്രയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഇതിൻ്റെ അകത്തില്ല നമുക്ക് UPSC പേഴ്സ്പെക്റ്റീവ്. സോ ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻഷിപ്പ്. സോ ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ്റെ ഒരു പിക്ചർ ഈ ന്യൂസ് ഡിസ്കഷൻ വഴി നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഹാസ് റൈസ് ടു കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. ഓക്കെ, കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള റിലേഷൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ 2022 ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് റീസെൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഒരു 5-6 വർഷത്തിൽ മെയിനായിട്ട് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ നടന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഓക്കെ, കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പും ECTA, ഓക്കെ, എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ്. ദെൻ വാട്ട് ആർ ദ മെയിൻ പില്ലേഴ്സ് ഓഫ് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ഈസ് ദ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ ECTA കാരണം ഇന്ത്യ ഓസ്ട്രേലിയയോട്ട് എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക സാധനങ്ങൾ. അപ്പം അങ്ങനെയാണെന്നെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഇന്ത്യക്കുണ്ട് ഒട്ടുമിക്ക പ്രൊഡക്ട്സിലും. അതായത് അവിടെ കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ, അതായത് ടാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇളവ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യ. ഓക്കെ, സോ ദ പ്രിഫറൻഷ്യൽ ആക്സസ് ഫോർ ഓസ്ട്രേലിയൻ എക്സ്പോർട്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്ത്യ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത്? ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽ, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, കെമിക്കൽ, ഇത്തരം കാര്യങ്ങളാണ് ഓസ്ട്രേലിയയിലോട്ട് ഇന്ത്യ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ഇന്ത്യ എന്താണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ മിനറൽസ്, വൂൾ, അവഗാഡോസ്. അല്ല, എന്നാൽ ക്രിട്ടിക്കൽ മിനറൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്രിട്ടിക്കൽ മിനറൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ we have bilateral and multilateral military exercises between the India and Australia, like OSINTEX, okay, Malabar exercise, Talisman Sabre. ഇതൊക്കെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. അതുപോലെ തന്നെ മെയിനായിട്ടും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ
They are cooperating in the field of maritime security, cyber security, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺസ്, ഡിഫൻസ് മാനുഫാക്ചറിങ്, ഷിപ്പ് ബിൽഡിംഗ്, ഈ മേഖലകളിലും ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നുണ്ട്. ദെൻ എനർജി കോർപ്പറേഷൻ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വി ഹാവ് എ ഇന്ത്യ ഓസ്ട്രേലിയ റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ്. അതുകൂടാതെ തന്നെ മറ്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് സോളാർ ടാസ്ക് ഫോഴ്സ്, ഗ്രീൻ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ്. ഇത് മാത്രമല്ല ഇവിടെ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ന്യൂക്ലിയർ എനർജി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ന്യൂക്ലിയർ എനർജിയുടെ കോൺട്രിബ്യൂഷൻസ് കൂട്ടാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫ്യൂവൽ ദാറ്റ് ഈസ് ദ യുറേനിയം ഓസ്ട്രേലിയയിലുണ്ട്. സോ ഈ ഓസ്ട്രേലിയയിൽ നിന്ന് അത് ഇന്ത്യയിലോട്ടുള്ള ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷേഴ്സ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എടുക്കുന്നുണ്ട്. സോ ദേ ആർ ഫോക്കസിങ് ഓൺ ദ ക്രിട്ടിക്കൽ മിനറൽസ്, ദെൻ ക്ലീൻ എനർജിയും ബാറ്ററി സപ്ലൈ ചെയിൻസ്, ഇത്തരം മേഖലയിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ മേഖലയിൽ അവരുടെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100,000-ലധികം സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഇന്ത്യയിൽ ക്യാമ്പസ് ഉണ്ട്. സോ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ മേഖലയിലും കോർപ്പറേഷൻ നല്ലതായിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഈസ് ദ ഇന്ത്യൻ ഡയസ്പോറ റിലേറ്റഡ് അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഓസ്ട്രേലിയയിലുള്ള മൈഗ്രൻസിൽ ഇമിഗ്രൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. സോ ഓവർസീ ബോൺ കമ്മ്യൂണിറ്റി ഇൻ ഓസ്ട്രേലിയ അത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ന്യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂറോപ്യൻസ് ആയിരുന്നു ഓസ്ട്രേലിയയിൽ കൂടുതലുണ്ടായിരുന്നത്. മീൻസ് ഓസ്ട്രേലിയൻ നേറ്റീവ് പീപ്പിൾസ് അല്ലാണ്ട് പുറത്തുനിന്ന് വന്നില്ലേ യൂറോപ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്പം യൂറോപ്യൻസിനെ വെട്ടിച്ച് ഇന്ത്യയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യക്കാരാണ് അവിടെ കൂടുതലുള്ളത്. സോ ഇന്ത്യൻ ഡയസ്പോറ ഈസ് പ്ലേയിങ് എ ഹ്യൂജ് റോൾ. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ ഡയസ്പോറ എങ്ങനെയാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇത് കൂടാതെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈ ന്യൂക്ലിയർ എനർജിയുടെ ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശാന്തി ആക്ട് എന്ന് പറയും. ശാന്തി ആക്ട്. അപ്പോൾ ഈ ശാന്തി ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആക്ച്വലി ഇവർ തമ്മിലുള്ള ന്യൂക്ലിയർ എനർജിയുടെ ട്രാൻസ്പോർട്ടേഷനും അല്ലാന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയർ എനർജി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന മേഖലയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ന്യൂസിൽ പറയുന്നത്. ദെൻ വി ഹാവ് ഓൾസോ മൾട്ടിലാറ്ററൽ കോർപ്പറേഷൻ. അതായത് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ക്വാഡിലുണ്ട്. അതായത് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് US. ഇവർ 4 പേരാണല്ലോ ക്വാഡിലുള്ളത്. ദെൻ വി ഹാവ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ, സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനീഷ്യേറ്റീവ്. ഇത് കൂടാതെ പല ട്രൈലാറ്ററൽ ഇനീഷ്യേറ്റീവ്സ്, അത് 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഇനീഷ്യേറ്റീവ്സ്. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങൾ, ട്രൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങൾ, ദെൻ മൾട്ടിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇനീഷ്യേറ്റീവ്സ്. ഇതുപോലെ ട്രൈലാറ്ററൽ ഇനീഷ്യേറ്റീവ്സും പാർട്ണർഷിപ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഇവിടെയുള്ള പാർട്ണർഷിപ്പുകളും ഉണ്ട്. ബാക്കി ഏരിയാസ് വായിച്ചു നോക്കിയാണ്. Then why India-Australia relationship is very, very important? The first thing is to ensure free, open, inclusive and rule-based Indo-Pacific region. The Indo-Pacific region, അതായത് ഇന്ത്യൻ ഓഷ്യൻ്റെയും പസഫിക് ഓഷ്യൻ്റെയും ആ ഒരു മേഖലയാണ് ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താനും ഇതുപോലെയുള്ള ഇന്ത്യ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റ് മൾട്ടിലാറ്ററൽ ലെവലിലുള്ള involvement is very, very important. Then it enhances the maritime security. Then economic level നോക്കുകയാണെന്നുണ്ടെങ്കിൽ that would boost the trade and investment. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള റിലേഷൻ that would boost trade and investment. Then critical mineral security നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമുക്ക് ചൈനയിലുള്ള ഡിപ്പെൻഡൻസ്, ചൈനയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ക്രിട്ടിക്കൽ മിനറൽസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. So we can reduce the dependence on China. Then strengthen renewable energy corporations. Then enhances the skill development and innovation. ഈ മേഖലയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ. Then the next news. അടുത്ത ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്
ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഉണ്ട്. ഈ കമ്മിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ ഫങ്ഷനിങ് അത്രയും നല്ല രീതിയിൽ നടക്കുന്നില്ല. അതിനെതിരെ പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് കുറച്ച് എന്താ പറയുക പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊണ്ടുവന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഉന്നയിച്ചേക്കുന്ന വാദം. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടാണ് ന്യൂസ്. പക്ഷേ ഇത് പറയുങ്ങാട്ട് മുന്നേ വി നീഡ് ടു സ്റ്റഡി സം ബേസിക്സ്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാറ്റിക് പോർഷൻ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗത്തോട്ട് വരാം. സോ ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നാഷണൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ വന്നേക്കുന്ന ഒരു ബോഡിയാണ് എന്ത്? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഇപ്പം ഇത്രത്തോളം മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ തിരിച്ചു വരാം ഇങ്ങോട്ട്. ആദ്യം തന്നെ നമുക്ക് എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് നോക്കാം. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is a legal framework for the protection of various species of wild animals, plants, management of their habitats, regulation and control of trade with animals, plants and products made from them. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവരുടെ ഹാബിറ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ട്രേഡ് മീൻസ് പല ആനിമൽസിനും ട്രേഡ് നടത്താറുണ്ട്. ഇപ്പോൾ നക്ഷത്രാമ അല്ലേ, നക്ഷത്രാമ എന്നൊക്കെ പറഞ്ഞ് ട്രേഡൊക്കെ നടക്കാറില്ലേ, മീൻസ് ഇല്ലീഗലി. ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു ആക്റ്റാണ് എന്ത്? ചുരുക്കി പറഞ്ഞാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ആക്ടാണ് എന്ത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, ഈ ഒരു ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്ട് നിലയിൽ വന്നത്. ദ ഫസ്റ്റ് തിങ് ഈസ് ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ കൂടെയാണ് ദ ഫോറസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് ആക്കിയത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് അറിയാം. മീൻസ് സ്റ്റാറ്റിക് പോർഷൻ്റെ ഭാഗമായിട്ട് പറയും എന്താണ് മീൻസ് ഷെഡ്യൂൾ 7 അല്ലേ. അപ്പോൾ ഇതിൽ കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് ദ ഫോറസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സിനെ മാറ്റിയത് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടാണ്. ദെൻ അത് മാത്രമല്ല, വി ഹാവ് ആർട്ടിക്കിൾ 51AG, എന്ത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അതിലൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഇത് പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ natural environment including the forest and wildlife. Then we have article 48A, which is a DPSP. അപ്പോൾ DPSPയിൽ സ്റ്റേറ്റിനോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, the state shall endeavor to protect and improve the environment and safeguard the forest and wildlife of the country എന്ന് ഓൾറെഡി ഗവൺമെൻറ്റിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓൾറെഡി നിലവിലുണ്ടായിരുന്നു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി, ലൈക്ക് ദ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്, ആർട്ടിക്കിൾ 51AG, ആർട്ടിക്കിൾ 48A. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ഇങ്ങനെ ഒരു ആക്ട് വരാൻ കാരണം. ഈ ആക്ടിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ആക്ടാണ് ഇന്ത്യയിലെ കുറേ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇല്ലേ, ലൈക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ്, കൺസർവേഷൻ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതും ഈ ആക്ടിൻ്റെ കീഴിലാണ്. മീൻസ് അവർ മാനേജ് ചെയ്യുന്നതും ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ്. ദെൻ ഈ ഒരു ആക്ടിൽ ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ട്, അതായത് വൈൽഡ് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എന്ത് ചെയ്തു? പല ഷെഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തു. ദ ഫസ്റ്റ് ഷെഡ്യൂൾ ആൻഡ് സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ, ഫോർത്ത് ഷെഡ്യൂൾ, ഇങ്ങനെ 4 ഷെഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ സ്പീഷീസ് വിത്ത് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, അതായത് ചില ജീവികൾക്ക് ഭയങ്കര എൻഡേഞ്ചർഡ് ആയിരിക്കും, ഭയങ്കര ത്രെട്ട് നേരിടുന്നുണ്ടാവും. അപ്പോൾ അത്തരം ജീവികളെ ഈ ആക്ടിൻ്റെ കീഴിൽ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി, അനിമൽ സ്പീഷീസ് വിത്ത് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. ദെൻ ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ അനിമൽ സ്പീഷീസ് വിത്ത് എ ലെസർ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, ഇന്ന് അത്രത്തോളം ത്രെട്ടില്ല, നേരിടുന്നില്ല, കമ്പാരിറ്റീവ്ലി ത്രെട്ട് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു, ഷെഡ്യൂൾ 2 നമ്മൾ ആ അനിമൽ സ്പീഷീസിനെ ഉൾപ്പെടുത്തും. ദെൻ ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസിൽ പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റീവ് പ്ലാന്റ് സ്പീഷീസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഷെഡ്യൂൾ 3. ദെൻ ഷെഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ലിസ്റ്റഡ് ഇൻ ദ അപ്പൻഡിസസ് ഓഫ് അണ്ടർ ദ സൈറ്റ്സ് എന്താ? സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ്
എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. സ്റ്റാറ്റിക് പോർഷൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. അതായത് നമ്മുടെ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ, അത് വൈൽഡ് എനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, അവരുടെ ട്രേഡ് കൺട്രോൾ ചെയ്യാൻ, ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് എന്ത് സൈറ്റ്സ്. അപ്പോൾ സൈറ്റ്സിൻ്റെ അപ്പൻഡിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് സ്പീഷീസും അല്ലെങ്കിൽ എനിമൽ സ്പീഷീസും ഒക്കെയാണ് വാട്ട് ഷെഡ്യൂൾ 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ് എന്ത് നേരത്തെ പറഞ്ഞ ബോഡിയിൽ, ഓക്കെ, അതായത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്, കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ബോഡീസ് കൊണ്ടുവന്നത്. ഇപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ് വന്നേക്കുന്നത്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇന്ത്യ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ബോഡിയാണ് എന്ത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഇവരുടെ അപ്രൂവലൊക്കെ നമുക്ക് വേണം പല പ്രൊജക്ട്സിനും. ഓക്കെ, പിന്നെ നാഷണൽ ഇപ്പോൾ നാഷണൽ പാർക്കും സാഞ്ചുറീസും ഇതൊക്കെ ഡിക്ലെയർ ആണെങ്കിൽ ഇവരുടെ അപ്രൂവലാണ്. ഇവരുടെ ബൗണ്ടറീസ് ഒക്കെ ചേഞ്ച് ചെയ്യാമെന്നിരിക്കാം പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ. അപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ ഇത് സമ്മതം വേണം. ദെൻ ഇതിൻ്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. സോ എന്താണ് ഈ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും എന്ത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കും. ദെൻ ഇറ്റ് റിവ്യൂസ് ദ പോളിസീസ്, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും, അത് റിവ്യൂ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഇസ് അപ്രൂവ് ആക്ടിവിറ്റീസ് എഫക്റ്റിംഗ് ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ത്രൂ ഇറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതായത് ഈ ഒരു നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ വേണ്ടി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പല അപ്രൂവലും കൊടുക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയനെ കൺവേർട്ട് ചെയ്യാൻ വിചാരിക്കുക, റോഡ്, അതിൽ ഒരു റോഡ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കണം, മീൻസ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ റോഡ് പണിയാൻ അധികാരം കൊടുക്കണം വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ അതിൻ്റെ കീഴിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇവർ ഒരുപാട് എന്താ പറയുക സമ്മതം കൊടുക്കുന്നു, മീൻസ് കൺവേർഷൻ ഒരുപാട് സമ്മതം കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ന്യൂസിലോട്ട് വരാം. ദെൻ ഇതിൻ്റെ കുറച്ചും കൂടി പോർഷൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് മാത്രമല്ല ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത് വി ഹാവ് സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ഉണ്ട്. അതിൻ്റെ ഹെഡ് എന്ന് ചെയർപേഴ്സൺ സ്റ്റേറ്റ്, അവിടുത്തെ സ്റ്റേറ്റിലെ CM ആയിരിക്കും, ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. ദെൻ വി ഹാവ് ദ സെൻട്രൽ സൂ അതോറിറ്റി. അതായത് സെൻട്രൽ സൂ അതോറിറ്റി പറഞ്ഞാൽ സുവോളജിക്കൽ പാർക്സ്, ഓക്കെ, സൂസ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സൂവിൽ നിന്ന് മറ്റൊരു സൂവിലോട്ട് ഒരു എനിമലിനെ കൊണ്ടുപോകാമെന്നായിരിക്കും. അപ്പം അത്തരം മേഖലയിൽ ഓക്കെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും ഈ ആക്ടിൻ്റെ കീഴിലാണ്. അതായത് ടൈഗർ കൺസർവേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അതോറിറ്റി. ദെൻ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, അതായത് കോമ്പാറ്റ് ദ ഓർഗനൈസ്ഡ് വൈൽഡ് ലൈഫ് ക്രൈം ഇൻ ദ കൺട്രി. പല പോച്ചിങ്ങും ഓക്കെ ഇല്ലീഗലായിട്ട് നമ്മൾ പല എനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ കൊല്ലാറുണ്ട്, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ഈ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ആക്ടിൻ്റെ മെയിൻ പ്രൊവിഷൻസ്. ദെൻ വാട്ട് ഇസ് ദ ന്യൂസ്? ഓക്കെ, ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫും അവരുടെ കീഴിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പല പ്രൊജക്ട്സും അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഇവരുടെ അപ്രൂവൽ ഇല്ലാണ്ട് പല എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന പല പ്രൊജക്ട്സും നടക്കില്ല. ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്, ആ പ്രൊട്ടക്റ്റഡ് ഏരിയ കൂടെ റോഡ് പണിയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ ആ വൈൽഡ് ലൈഫിനെ ബാധിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രോജക്ട്സുകൾക്ക് ആരുടെ സമ്മതം വേണം? ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമ്മതം കൊടുക്കണം. ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതുപോലെ ഒരുപാട് സമ്മതം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പ്രൊജക്ട്സിന് എന്ത് ചെയ്യുന്നു, അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുന്നില്ല. കുറച്ച് ഡാറ്റാസും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 97% ഓഫ് ദ പ്രപ്പോസൽസ് ബിറ്റ്വീൻ 2014 and 26 ഹാസ് അപ്രൂവ്ഡ്. ഓക്കെ, 2014-നും 2026-നും ഇടയിൽ വന്നേക്കുന്ന പ്രപ്പോസൽ 97 പ്രപ്പോസൽസിനെയും അത് ആക്സെപ്റ്റ് ചെയ്തു, മീൻസ് സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു ദിവസം തന്നെ 100ഓളം പ്രപ്പോസൽസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ അവരുടെ വർക്കിംഗ് അത്രത്തോളം പ്രോപ്പർ അല്ല എന്നാണ് ന്യൂസ് പറയുന്നത്. ദെൻ ഇത് പിന്നെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് വർഷത്തിൽ ഒരിക്കൽ മീറ്റ് ചെയ്യണം. കഴിഞ്ഞ ഒരു 13 വർഷത്തിൽ ആകെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ,
2025 വരെ നോക്കുമ്പോൾ 13 വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരു മീറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് അബൌട്ട് ദ വർക്കിംഗ് അല്ലെങ്കിൽ ഫങ്ഷനിങ് ഓഫ് ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഇതൊരു പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ഇതിൻ്റെ ഡാറ്റാസൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ്. ഇന്ത്യയുടെയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? എന്നാൽ ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ഓക്കെ, നമ്മൾ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കിന് ഇന്ത്യ വിക്റ്റിമായിട്ടുണ്ടായിരുന്നു. ലൈക്ക് പത്താൻകോട്ട് ടെറർ അറ്റാക്ക്, ഉറി ടെറർ അറ്റാക്ക്, പുൽവാമ അറ്റാക്ക്, ആൻഡ് ലാസ്റ്റായിട്ട് 2025 പഹൽഗാമ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് പാകിസ്ഥാൻ നടത്തുന്നുണ്ട്, ഇന്ത്യ അതിന് വിക്റ്റിമാവുകയൊന്നും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ട ആവശ്യതയുണ്ടോ? ഡയലോഗിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, ഇതാണ് ന്യൂസിൽ പറയുന്നത്. ദെൻ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ഡയലോഗ്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡയലോഗ് വേണം എന്നതിൻ്റെ ഫേവർ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഈസ് ന്യൂക്ലിയർ പവർ നീഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ പവർ കൺട്രീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി കൺഫ്രോണ്ടേഷൻസും അല്ലെങ്കിൽ എസ്കലേഷൻ ഡ്യൂറിങ് ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൺട്രീസ് അത്യാവശ്യം മിലിറ്ററി ലെവലിലൊക്കെ സ്ട്രോങ് ആണ്. സോ നമ്മൾ ഈ ഒരു ഇഷ്യൂ എസ്കലേറ്റ് ചെയ്യാണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് ഈസ് എൻഗേജ്മെൻറ്റ് വിത്ത് പാകിസ്ഥാൻ, നോട്ട് ഇൻഡിവിജ്വൽസ്. അതായത് പലപ്പോഴും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു രാജ്യത്തിനോട് നമ്മൾ മീറ്റ് ചെയ്യുന്ന പോലെയല്ല ചില സമയം പാകിസ്ഥാനായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരാണോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആസിഫ് മുനീർ എന്ന് പറയും, അവിടുത്തെ ഒരു ഫീൽഡ് മാർഷലാണ്. അപ്പോൾ ആളുടെ കീഴിലാണ് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിനായിട്ട് സംസാരിക്കേണ്ട ആവശ്യകത വരാറുണ്ട് ചില സമയം. സോ നമ്മൾ അതല്ല നോക്കേണ്ടത്, വ്യക്തിനായിട്ട് സംസാരിക്കുന്നതല്ല നോക്കേണ്ടത്, മറിച്ച് നമ്മൾ രാജ്യത്തിനായിട്ട് സംസാരിച്ച് നമ്മളൊരു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യണം. ഓക്കെ, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, നല്ലൊരു നെയ്ബറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇതിനൊക്കെ എക്സാമ്പിൾ ഉണ്ട്. ഇതുപോലെ മുന്നേ ഡിസ്കസ് ചെയ്തേക്കുന്നതാണ് ഇന്ത്യ ആയുബ് ഖാനായിട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റിയും സിയാഉൽ അൽഖനായിട്ട് സിയാച്ചൻ ഡിസ്കഷൻസ്. സിയാച്ചൻ എന്ന് പറഞ്ഞാൽ സിയാച്ചൻ ഗ്ലേഷ്യർ ഉണ്ടായില്ലേ ലഡാക്കിൽ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് സ്റ്റാൻഡ് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്റർണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഈ ഉറി അറ്റാക്ക് ആണെങ്കിലും പത്താൻകോട്ട് അറ്റാക്ക് ആണെങ്കിലും സിയാച്ചൻ ഡിസ്കഷൻസ് ആണെങ്കിലും എല്ലാം. ദെൻ പെർവെക്സ് മുഷാറഫിനായിട്ട് നമ്മൾ 4-point ഫോർമുല ഓഫ് കാശ്മീർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ക്യാൻ നമുക്ക് നല്ല ഒരു ഡിസ്കഷൻ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇൻഡസ് വാട്ടർ ട്രീറ്റി തന്നെ വൺ ഓഫ് ദ വേൾഡിലെ തന്നെ ഒരു വാട്ടർ ഷെയറിംഗ് ട്രീറ്റി ആണ്, ഒരു മേജർ വാട്ടർ ഷെയറിംഗ് ട്രീറ്റി ആയിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു അണ്ടിൽ ദ പഹൽഗാം അറ്റാക്ക് അല്ലേ. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫങ്ഷണൽ കോർപ്പറേഷൻ ക്യാൻ ബിഗിൻ. അതായത് ഇപ്പോൾ നോൺ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ലൈക്ക് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലാന്നെങ്കിൽ എയർ പൊല്യൂഷൻ, വാട്ടർ മാനേജ്മെൻറ്റ്, ഈ മേഖലയിൽ ചർച്ച ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2016 നമ്മൾ ഏകദേശം പാകിസ്ഥാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് എല്ലാം അല്ലെങ്കിൽ ഡയലോഗ്സ് എല്ലാം സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഫ്റ്റർ ദ പത്താൻകോട്ട് അറ്റാക്ക്. നമുക്കത് വീണ്ടും തുടരണം എന്ന് ഉള്ള ഒരു തുടരണം എന്നതിനെ ഫേവർ ചെയ്യുന്ന ഒരു ആർഗ്യുമെൻറ്റ്സ് ആണ്. ദെൻ ഡയലോഗ്സ് വേണ്ട, അഗെയിൻസ്റ്റ് ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെററിസം ആസ് എ മേജർ ഓബ്സ്റ്റാക്കിൾസ്. പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ്, നമ്മൾ UN തന്നെ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഈസ് പ്രൊമോട്ടിങ് ടെററിസം. ഓക്കെ, സോ ദർ ഇസ് എ മെയിൻ കൺസേൺസ് ഓഫ് ദ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസം. ഓക്കെ, ഡയലോഗ്സ് കനോട്ട് കണ്ടിന്യൂ അലോങ് സൈഡ് ടെററിസ്റ്റ് അറ്റാക്സ് നടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നമുക്ക് ഇതുപോലുള്ള അറ്റാക്സിന് വിക്ടിം ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എങ്ങനെയാണ് ഡയലോഗ്സ് മുന്നോട്ട് പോകാൻ പറ്റുക. ദെൻ കൺസേൺസ് റൈസ് ഓവർ ഇൻക്രീസിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് പാകിസ്ഥാൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പാകിസ്ഥാൻ്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഈ ബോർഡർ ഏരിയയിൽ ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൺസേൺസ് ഉണ്ട്. ദെൻ പൊളിറ്റിക്കൽ കോസ്റ്റ് ഫോർ ഇന്ത്യ. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ പാകിസ്ഥാനായിട്ട് മീറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഡയലോഗ്സ് വെക്കുമ്പോൾ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി നടന്നിരിക്കാം, ദാറ്റ് വുഡ് ക്രിയേറ്റ് ആൻ ഇമ്മൻസ് പൊളിറ്റിക്കൽ ടെൻഷൻ വിത്തിൻ ഇന്ത്യ. ഓപ്പോസിറ്റ് പാർട്ടീസ് ഒന്നും വെറുതെ ഇരിക്കില്ല. ഓക്കെ, സോ ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഡയലോഗ് വരുത്തണമെങ്കിൽ അങ്ങനെ ഒരു ഭാഗം കൂടി ഉണ്ട്. ഓക്കെ, ഇതാണ് ഫേവറായിട്ടും അല്ലെങ്കിൽ നോൺ ഫേവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ആർഗ്യുമെൻറ്റ്സ്. ദെൻ ഇന്ത്യയും പാകിസ്ഥാനുള്ള മെയിൻ ഇഷ്യൂസ് എന്താ? ദ ഫസ്റ്റ് തിങ് ഇസ് ദ ക്രോസ് ബോർഡർ ടെററിസം, ദെൻ കാശ്മീർ ഡിസ്പ്യൂട്ട്, ദെൻ മിലിറ്ററി ടെൻഷൻസ് അലോങ് ദ ലൈൻ ഓഫ് കൺട്രോൾ. അതായത് ഇന്ത്യയും
പാകിസ്ഥാനും തമ്മിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഇൻ്റർനാഷണൽ ബൗണ്ടറിയാണ് എന്ത്, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി. അവിടെ ടെൻഷൻസ് നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദ പഹൽഗാം അറ്റാക്ക് വി സ്റ്റാർട്ടഡ് ഇൻ ദ ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ ഭാഗമായിട്ടും ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും നമ്മളത് അപ്രൂവ് ചെയ്ത് മീൻസ് സസ്പെൻഡ് ചെയ്ത് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഞാൻ ഓൾറെഡി മുന്നത്തെ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇത് ബ്രോക്കർ ചെയ്തേക്കുന്നത് വേൾഡ് ബാങ്ക് ആയിരുന്നു നടുവിൽ നിന്നിരുന്നത്. അതായത് ഇൻഡസ് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസിലുള്ള വെള്ളം വാട്ടർ ഷെയർ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റേൺ റിവേഴ്സ്, ഓക്കെ, ലൈക്ക് രവി, ബിയാസ് ആൻഡ് സത്ലജ്, രവി ബിയാസ് ആൻഡ് സത്ലജ്, ഈ റിവേഴ്സിൽ വെള്ളം ഉപയോഗിക്കാനുള്ള അധികാരം ഇന്ത്യക്കും. വെസ്റ്റേൺ റിവേഴ്സ് ലൈക്ക് ഇൻഡസ്, ജലം ആൻഡ് ചെനാബ്, ഓക്കെ, ഇൻഡസ്, ജലം ആൻഡ് ചെനാബ്, ഈ റിവേഴ്സിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അധികാരം പാകിസ്ഥാനും കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദ പഹൽഗാം അറ്റാക്ക് വി സസ്പെൻഡഡ് ദിസ് ട്രീറ്റി. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ന്യൂസ്. പ്രൈം മിനിസ്റ്റർ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു ആക്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ ആക്സസ് ഉണ്ടാവില്ല. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആക്സസ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് വെച്ചു. അപ്പോൾ ഇതുപോലുള്ള സിമിലർ റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ന്യൂസ്. കുറച്ചുകൂടി ഡെപ്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സേഫ്റ്റി അമെൻമെൻറ്റ് സോഷ്യൽ മീഡിയ മിനിമം ഏജ് ആക്ട് 2024. ഈ ഒരു ആക്റ്റാണ് ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസിൽ റെസ്ട്രിക്ഷൻസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ആമസോൺ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഏജ് വെരിഫിക്കേഷൻ ആദ്യം നടത്തണം. പിന്നെ അണ്ടർ ഏജ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസസ് കൊടുക്കരുത്. ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലെ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മെയ്റ്റി ഇതുപോലുള്ള സിമിലർ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഓൾറെഡി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉദ്ദേശം നടപ്പിലാക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു AI ഇമ്പാക്ട് സബ്മിറ്റിൽ. ഓക്കെ, ദെൻ ഈ ഒരു മെയിൻസ് പേഴ്സ്പെക്റ്റീവ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി 16 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് ആക്സസ് കൊടുക്കാതിരിക്കുമ്പോൾ അത് ആക്ച്വലി ബെനിഫിറ്റാണോ? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട് കുറച്ച് മേഖലയിൽ. ഒന്നാമത്തെ മേഖല ദിസ് വിൽ അവോയ്ഡ് പ്രൊട്ടക്ട്സ് ചിൽഡ്രൻ ഫ്രം ഓൺലൈൻ ഹറാസ്മെൻറ്റ് ആൻഡ് സൈബർ ബുള്ളിങ്, കുട്ടികൾക്ക് ഹാംഫുൾ ആയിട്ട് കണ്ടതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ പറ്റും. ദെൻ എക്സസീവ് സ്ക്രീൻ ടൈമും അഡിക്ഷനും നമുക്ക് കുറയ്ക്കാൻ പറ്റും കുട്ടികളിൽ. അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസി ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് പറ്റും. ഓക്കെ, എങ്കിലും ഈ ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ 100% സക്സസ് ആകും. ദീസ് ആർ റൈസിങ് സം കൺസേൺസ്. ഒന്നാമത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇപ്പം പാരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്തുകൂടെ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രൈവസി കൺസേൺസ് നല്ല രീതിയിൽ വരും. അതായത് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവർ നമ്മുടെ ഏജും കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ വാങ്ങും. അപ്പം അതിനാകുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റ് ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടുകയാണ്. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് സം പ്രൈവസി കൺസേൺസ്. ഓക്കെ, ദെൻ എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസ്. അതായത് ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇപ്പോൾ വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, പല രാജ്യങ്ങളിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം ഒരു കൈൻഡ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഗവൺമെൻറ് മാത്രം ശ്രമിച്ചാൽ പോരാ, മറിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സും കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. സോ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സും ചാലഞ്ചസും. ഓക്കെ, ദെൻ മെയിൻസ് കോർണർ, ദാറ്റ് ഈസ് ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ, ദ ഇന്ത്യ-ഓസ്ട്രേലിയ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് റിഫ്ലെക്ട്സ് ഇന്ത്യസ് ചേഞ്ചിങ് foreign policy priorities in the Indo-Pacific. Critically examine the recent developments in the bilateral relations and assess their strategic, economic and geopolitical implications. You can write this question and you can write this answer and you can send it to this email ID. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.